കൗൺസിലർ, ട്രെയിനർ, ആങ്കർ, ഒറേറ്റർ, റൈറ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ ഹാപ്പി വെക്കേഷൻ്റെ ഡയറക്ടറുമായ ജസ്റ്റിൻ സാറിനെ അഡ്രസ്സ് ചെയ്യുന്നതിനായി ക്ഷണിച്ചോളൂ. കുട്ടികൾ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. ക്യാമ്പുകളും ഇതുപോലുള്ള പ്രോഗ്രാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് വരുന്ന കുട്ടികളാണ് സാധാരണ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ഉയർന്ന നിലകളിലേക്ക്, ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്കൊക്കെ അവരെത്തിച്ചേരുന്നത്. നല്ല മനുഷ്യന്മാരായിട്ട് ഈ കുട്ടികളാണ് മാറുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമ്പിന്റെ ഉദ്ദേശലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും തലമുറയെ നല്ല മനുഷ്യന്മാരാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യമാണ് എല്ലാ ക്യാമ്പുകളും. ഇപ്പൊ മനുഷ്യ മനസ്സിന്റെ ഭാവങ്ങളെ വ്യക്തമായി ട്രെയിൻ ചെയ്താൽ മനുഷ്യനെ നല്ല മനുഷ്യനാക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എത്ര മാർക്ക് എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. ഈ 3 ദിവസം നിങ്ങൾ വിജയത്തിലേക്ക് ഉള്ള ആദ്യത്തെ ചുവട് വെക്കുകയാണ്. ഒരു വലിയ ലോകം, ഒരു വലിയ വിജയം നിങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. ഫുൾ ഒബ്സർവ് ചെയ്യാണ്. ഞാൻ ചോദിക്കുന്ന ആ സ്ഥലങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾ മാത്രം നോക്കി വെച്ചാൽ മതി. ഹാപ്പി ഹോളിഡേ ട്രെയിൻ എവിടേക്കാ പോകണേ? ഗുരുവായൂർ. തിരിച്ചറിയണം, നിങ്ങൾ പ്രിപ്പയർഡ് ആകണം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തുണ്ടാവും? സെറ്റ് ബാക്കുകൾ ഉണ്ടായേ പറ്റൂ. സെറ്റ് ബാക്കുകൾ ജീവിതത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ എങ്ങനെ ആയിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പുകളൊക്കെ കൂടിയ കുട്ടികൾ ആ സെറ്റ് ബാക്കുകളെ ഫേസ് ചെയ്യേണ്ടത്? ഒരു മിലിറ്ററി ക്യാമ്പിനുള്ളിൽ കടന്നാൽ എന്തൊക്കെ കാണാൻ സാധിക്കും? അവിടെ കാണുന്ന ഏതെങ്കിലും സാധനങ്ങൾ ഈ കോമ്പൗണ്ടിൽ കാണുന്നുണ്ടോ നോക്കുക. പെൺകുട്ടികളാണ്. അതിൽ 46 പേര് നേഴ്സിങ്ങിനാണ് പോകുന്നത്. അപ്പൊ ഞാനവിടുത്തെ ടീച്ചറോട് ചോദിച്ചു, കരിയർ നേഴ്സിംഗ് മോശമല്ല, പക്ഷെ നേഴ്സിംഗിന് ഒരു അഭിരുചി വേണ്ടേ? വേണ്ടയോ?
ലൈഫിൽ സക്സസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് 2 ചെറിയ കുറുക്കുവഴികൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്നത്തെ ദിവസം. നിങ്ങൾ വിശ്വസിക്കുന്നവരോട് നിങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം തന്നത് എല്ലാ നന്മകളും ഉണ്ടായത് ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചു. 8, 9, 10. പക്ഷെ ഇത്ര സാധനങ്ങൾ നീ മേടിക്കുമ്പോഴേക്കും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും വേണ്ടി വരും. ഇപ്പൊ കയ്യിൽ എത്രയുള്ളത്? 3,000 രൂപയുള്ളൂ. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നേരെ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം സൊല്യൂഷൻ കിട്ടി. ലൈഫിൽ ഏതൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ട്? ആക്ച്വലി സൊല്യൂഷൻസ് ഉണ്ട്. അത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എത്ര കഴിക്കണം, ഏതളവിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ തുടങ്ങാം. 3, 4, 5, 6, 7. Okay, now 1, 2, 3, 4, 5, 8, 9, 10. Okay, 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3. ഞങ്ങൾക്ക് തീ വേണം, ഞങ്ങൾക്ക് വെട്ടം വേണം. തീ തരാവോ? തീയവാന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നത്. തീ വരുന്നു, തീ വരുന്നു. സൂപ്പർ, തീ വരുന്നു. മാറിയിട്ടുള്ള തീ വരുന്നു. റെഡി റെഡി. ക്യാമ്പ് ഫയർ, ഹാപ്പി വെക്കേഷന്റെ ക്യാമ്പ് ഫയർ ഇതാ ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചു. ക്യാമ്പ് ഫയർ
പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് മാത്സ് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾ ചില സബ്ജക്റ്റുകൾ പഠിക്കാതെ വരുമ്പോൾ ദയവായിട്ട് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ കുറെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്കിത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു, കുറെ ഗെയിം കളിച്ചു, പിന്നെ കുറെ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു. എനിക്ക് കുറെ കൂട്ടുകാരൊക്കെ കിട്ടി. അതായത് കളിച്ച് പിന്നെ ലാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്ക് പോവാനും തോന്നിയില്ല. ഈ 3 ദിവസം ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റുന്ന 3 ദിവസങ്ങളാണ്. കലയിലൂടെ കാര്യം പഠിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സാറിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. ഓരോ ക്ലാസ് സെക്ഷൻസിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞവരെ ഒന്ന് എൻകറേജ് ചെയ്യുമായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ പല യാത്രകളിൽ പോയിട്ടുണ്ട്. എന്നാൽ ഇത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ക്യാമ്പായിരുന്നു. പേരൻസിന്റെ നിർബന്ധം മൂലം വന്ന ഒരു ക്യാമ്പാണ്. കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഈ ക്യാമ്പ് വന്നാൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ അടുത്ത വർഷം ഈ ക്യാമ്പ് ഉണ്ടെങ്കിൽ വരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇവിടെ വന്ന എനിക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത് എന്റെ കോൺഫിഡൻസ് എനിക്ക് കൂട്ടാനായിട്ട് പറ്റി. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസം ഒരു ദിവസവും ഞാൻ വിളിച്ചോളൂ. വിളിച്ചെടുക്കുമ്പോൾ അവള് പറഞ്ഞു അമ്മയുടെ ഓക്കെയാണ്, അടിപൊളിയാണ്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ മോളെ വിളിച്ചു, അവളും ഹാപ്പിയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അവൾക്കും തന്നെ നല്ല മാറ്റങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷം തോന്നി. ക്യാമ്പ് അറേഞ്ച് ചെയ്ത സാറിന് ഇനി ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും വിടാനും സാധിക്കട്ടെ. അതുപോലെ കുട്ടികൾ കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിലായിരുന്നു. ആ ക്ലാസ് ഞങ്ങൾ തിരിച്ചു വന്നത് ആദ്യം ആവശ്യപ്പെട്ടത് അടുത്ത വർഷം ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്യുന്നതാണ്.